Hi all, welcome to CC+. എൻ്റെ പേര് സ്വാതി. നമ്മൾ 10th കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ ആണ്. ഇതും ബാലൻസിങ് ദ കെമിക്കൽ ഇക്വേഷൻ ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷൻ, കുറച്ച് റിയാക്ഷൻസ് കൂടെ ഇവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് എല്ലാ ഇക്വേഷൻസും ഒന്ന് ബാലൻസ് ചെയ്യാം. 8th question is write a balanced chemical equation for the following and identify the type of reaction in each case. അപ്പോൾ ബാലൻസ് ചെയ്യും വേണം, അതേപോലെ ഏത് റിയാക്ഷൻ, ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് കൂടെ ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഇസ് പൊട്ടാഷ്യം ബ്രോമൈഡ് KBr പ്ലസ് ബേരിയം അയോഡൈഡ് ദാറ്റ് ഇസ് BaI2 gives potassium iodide that is Ki plus barium bromide that is BaBr2. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആറ്റംസ് ഇതിനുള്ളത് ബ്രോമിനുണ്ട്, ബ്രോമൈഡിനുണ്ട്, അതേപോലെ തന്നെ അയോഡൈഡിനുണ്ട് അല്ലേ. ഓക്കെ, സോ വിൽ ഗോ ഫോർ അയോഡൈഡ്. അയോഡൈഡിന് റിയാക്ടൻ സൈഡിൽ 2 ആറ്റംസ് ആണുള്ളത്. സോ പ്രൊഡക്റ്റ് സൈഡിൽ 2 ആക്കണമെങ്കിൽ യു ഹാവ് ടു പുട്ട് എ 2 ഹിയർ. അപ്പോൾ അയോഡൈഡ് ഗോട്ട് ബാലൻസ്ഡ്. ഇനി നമുക്ക് സെക്കൻഡ് വൺ, അയോഡൈഡ് ബാലൻസ് ആയപ്പോഴത്തേക്ക് ഇവിടെ പൊട്ടാഷ്യത്തിന് നമ്പർ ഓഫ് ആറ്റംസ് മാറി അല്ലേ, പൊട്ടാഷ്യത്തിന്റെ നമ്പർ ഓഫ് ആറ്റംസ് മാറി. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പൊട്ടാഷ്യത്തിന്റെ ആറ്റം ബാലൻസ് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു പുട്ട് എ 2 ഹിയർ. സോ 2 KBr വരും കേട്ടോ. ഓക്കെ, ഇനി ബാലൻസ് ചെയ്യാനുള്ളത് അയോഡൈഡ് ബാലൻസ് ചെയ്തു. ഇനി ബ്രോമിനാണ്. ബ്രോമിൻ ഓൺ ദ റൈറ്റ് സൈഡ് ഇറ്റ് ഇസ് 2 ആൻഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓൾസോ ഇറ്റ് ഇസ് 2. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഗോട്ട് ബാലൻസ്ഡ്. ബേരിയവും ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ, ബാലൻസിങ് ദ ഇക്വേഷൻ ഇത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് 2 KBr പ്ലസ് BaI2 gives 2 Ki പ്ലസ് BaBr2. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, സിങ്ക് കാർബണേറ്റ് ZnCO3 upon heating gives zinc oxide that is ZnO plus CO2. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഇനി വരുന്നേ ഉള്ളൂ. നമുക്ക് ആദ്യം ബാലൻസ് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ZnCO3 that is zinc atom on the reactant side is 1 and on the product side also it is 1. Oxygen atom on the product side it is 1 plus 2 that is 3 and on the reactant side also it is 3. അതേപോലെ കാർബൺ നോക്കിയാലും രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്, ഇത് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ റിയാക്ഷൻ അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. ദാറ്റ് ഈസ് ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ. ഇതൊരു ബേസിക് റിയാക്ഷൻ ആണ്. ദാറ്റ് ഇസ് H2 പ്ലസ് Cl2 ഗിവ്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. ഓക്കെ, അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാൻ എളുപ്പമാണ്. ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ക്ലോറിൻ ആറ്റവും അതെ, ഹൈഡ്രജൻ ആറ്റവും അതെ, രണ്ടും 2 ആറ്റംസ് ഈച്ച് ആണ്. അപ്പോൾ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ദർ ഇസ് ഓൺലി 1, സോ യു ഹാവ് ടു പുട്ട് 2 ഹിയർ. ഓട്ടോമാറ്റിക്കലി ഇറ്റ് ഗെറ്റ്സ് ബാലൻസ്ഡ്. ഇത് എളുപ്പമുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ ഇലക്ട്രോളിസിന്റെ കേസിൽ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവ്സ് വാട്ടർ ചെയ്യില്ലേ, ഏകദേശം അതേപോലെ തന്നെയാണ്. അവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇസ് മെഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗിവ്സ് മെഗ്നീഷ്യം ക്ലോറൈഡ് MgCl2 പ്ലസ് ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ ഇവിടെയും ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ ടൈപ്പ് ഓഫ് റിയാക്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ബാലൻസിങ് നമുക്ക് നോക്കാം ആദ്യം. ദാറ്റ് ഈസ് Mg പ്ലസ് HCl ഗിവ്സ് MgCl2 പ്ലസ് H2. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ക്ലോറിൻ ഇസ് നോട്ട് ബാലൻസ്ഡ്, ഹൈഡ്രജൻ ഇസ് നോട്ട് ബാലൻസ്ഡ്. ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടിൻ്റെയും ആറ്റംസ് 1 ആണ്. ബട്ട് വെറാസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ക്ലോറിൻ ആറ്റം ഇസ് 2 ആൻഡ് ഹൈഡ്രജൻ ആറ്റവും 2 ആണ് അല്ലേ. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് നമുക്ക് റിയാക്ടൻസിന്റെ നമ്പർ മാറ്റേണ്ടത്. സോ യു ക്യാൻ പുട്ട് 2 ഹിയർ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ബാലൻസ്ഡ് ആയി. ഇത്രയേ ഉള്ളൂ കേട്ടോ ബാലൻസിങ്. ദാറ്റ് ഈസ് Mg പ്ലസ് 2 HCl ഗിവ്സ് MgCl2 പ്ലസ് H2. ആൻസർ ഒന്ന് നോക്കാം. ആൻസർ ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് KBr പ്ലസ് BaI2 ഗിവ്സ് Ki പ്ലസ് BaBr2. സോ 2 കമ്പൗണ്ട്സ് എടുക്കാണ്, AB പ്ലസ് CD. ഇങ്ങനെ എടുക്കുമ്പോൾ റിയാക്ട് ചെയ്ത് വരുമ്പോൾ AD പ്ലസ് BC. ഇങ്ങനെ വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് A is replacing C or B is being replaced by D അല്ലേ. രണ്ട് അയോൺസ് അല്ലെങ്കിൽ കാറ്റയോൺ അല്ലെങ്കിൽ ആനയോൺ ആർ ഗെറ്റിംഗ് റീപ്ലേസ്ഡ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറ്റുന്നു. ഓക്കെ, സച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് നോൺ ആസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഓക്കെ, സോ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് whenever a exchange of cation or anion takes place in a chemical reaction, we can say that it is a
double displacement reaction. Angudum ingudum change avana ട്ടോ. രണ്ട് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുമ്പോഴാണ് we call it as double displacement reaction. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. This is potassium bromide plus barium iodide gives കണ്ടോ ഇവിടുത്തെ potassium has gone with iodide അല്ലേ potassium iodide and barium bromide ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്തിട്ട് it becomes a compound. Okay, അപ്പോൾ ഇതിനെയാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഇറ്റ് ഇസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. A reaction wherein there is exchange of ions is known as double displacement reaction. ഇനി സെക്കൻഡ് കണ്ടു. സെക്കൻഡ് there was only one reactant അല്ലേ ഒരു റിയാക്ടന്റിൽ നിന്ന് we were getting multiple products. ഒരു reactant in we were getting multiple products, so we can call this reaction as decomposition reaction. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് that is decomposition reaction is the straight opposite of combination reaction. Combination reaction എങ്ങനെയാ two or more reactants combine to form a single product, whereas here one single reactant split or break down into different components. അതിനെയാണ് decomposition reaction കേട്ടോ. അപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് അല്ലേ ഒന്നെങ്കിൽ ഹീറ്റ് എനർജിയോ അല്ലെങ്കിൽ ലൈറ്റ് എനർജിയോ അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടോ എന്തെങ്കിലും ഒന്ന് പാസ് ചെയ്യുമ്പോഴായിരിക്കും ദറ്റ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ടേക്സ് പ്ലേസ്. സോ വി ക്യാൻ ഡിഫൈൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇൻ ടു 3 categories, that is thermal decomposition or thermolysis, electrolytic decomposition or electrolysis, and the third one is in the presence of sunlight, that is photolysis. Okay, അല്ലെങ്കിൽ photolytic decomposition. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Okay, first thermolytic reaction ആണ്. Thermolytic reaction, as the name says, when a reactant, one single reactant in the presence of heat, it breakdowns into 2 or more components or 2 or more products is known as thermal decomposition reaction. അപ്പോൾ ഇവിടെ ഒന്നുമില്ല in the presence of heat ആണ് കേട്ടോ. In the presence of heat. Okay. അപ്പോൾ ഇത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് when heated it turns into calcium oxide and CO2. കാൽഷ്യം കാർബണേറ്റിന്റെ വേറെ പേരെന്താ? It is also known as limestone. And CaO, that is quicklime. Okay, it is quicklime. പേരൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കണം. We can go into the next slide. That is electrolysis or electrolytic decomposition. ഇവിടെ ഒന്നുമില്ല. In the presence of electricity ആണ് കേട്ടോ. In the presence of electricity, and ഇത് നിങ്ങൾ റിയാക്ഷൻ എക്സ്പെരിമെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ എക്സ്പെരിമെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളത്തിനെ ലൈക്ക് വിൽ ബി ഗിവിങ് ടു വൺ കാത്തോഡ് ആൻഡ് ആനോഡ്. അതിൽ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ വിൽ ബി ഗെറ്റിംഗ് ഹൈഡ്രജൻ ഗ്യാസ് ഇൻ കാത്തോഡ് ആൻഡ് ഓക്സിജൻ ഇൻ ആനോഡ് അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആ സെയിം റിയാക്ഷൻ ആണ് കേട്ടോ. അത് H2O in the presence of electricity will give you H2 and O2. The next one is photolytic decomposition. ഇതും നിങ്ങൾ എക്സ്പെരിമെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാ. അതായത് ചൈന ഡിഷിൽ വി ആർ കീപ്പിംഗ് സിൽവർ ബ്രോമൈഡ് ഓർ സിൽവർ ക്ലോറൈഡ്. അപ്പോൾ സൺലൈറ്റിൽ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ടേൺസ് ഇൻ ടു ഗ്രേ പൗഡർ അല്ല ആ ഗ്രേ പൗഡറാണ് സിൽവർ. ഓക്കെ, സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് AgCl അല്ലെങ്കിൽ AgBr സിൽവർ ബ്രോമൈഡ് ഇറ്റ് in the presence of sunlight. അപ്പോൾ ഇവിടെ സൺലൈറ്റ് ഒന്നും കൂടെ എഴുതി കൊടുക്കാം കേട്ടോ. In the presence of sunlight it decomposes or it breaks down into silver atoms and chlorine gas. Okay, chlorine gas it evaporates. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്നത് ഈ ഗ്രേ പൗഡർ എന്ന് പറയുന്നത് സിൽവറിൻ്റെ പൗഡർ ആയിരിക്കും കേട്ടോ. സിൽവർ ആയിരിക്കും. This grey powder that we get in China dish will be silver. Okay, അപ്പം a decomposition reaction that happens in the presence of sunlight is known as photolytic decomposition. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യനും that is what is decomposition reaction, അതേപോലെ decomposition reaction, straight opposite of combination reaction, അതേപോലെ types of decomposition reaction along with examples. ഈ 3 ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Okay, now the next equation was hydrogen reacts with chlorine. Okay, chlorine Cl2 ഉണ്ട് കേട്ടോ. Okay, hydrogen reacts with chlorine to form HCl. ഇവിടെ നമുക്ക് നോക്കാം. There are two reactants ഉണ്ട്. അതേപോലെ one product ആണ് അല്ലേ one product. ഇങ്ങനെയുള്ള റിയാക്ഷനെ നമ്മൾ എന്താ പറയുക? It is combination reaction. When 2 or more reactants combine to form a single product, it is known as combination reaction. For combination reaction is a reaction where 2 or more elements or compounds combine to form a single compound. Okay, idana combination reaction. Next one was Mg plus 2HCl gives MgCl2
പ്ലസ് H2. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ Mg ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, Mg ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് മെഗ്നീഷ്യം is more reactive than hydrogen, more reactive than hydrogen, H2. Okay, അതുകൊണ്ടാണ് ഈ കെമിക്കൽ റിയാക്ഷനിൽ ഇറ്റ് ഹാസ് റീപ്ലേസ്ഡ് ഹൈഡ്രജൻ. അപ്പോൾ ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? ദർ ഇസ് എ മോർ റിയാക്റ്റീവ് എലിമെന്റ് വിച്ച് റീപ്ലേസസ് എ ലെസ് റിയാക്റ്റീവ് എലിമെന്റ്. ഓക്കെ, a more reactive element replaces a less reactive element. ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് we call it as displacement reaction. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരുന്നു? there was exchange of ions. അങ്ങടും ഇങ്ങടും exchange of ions ഉണ്ടായിരുന്നു. whereas here only ഒരെണ്ണം മറ്റേതിനെ റീപ്ലേസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. സോ ഇനിയും കെമിക്കൽ റിയാക്ഷൻസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതേപോലെ 9th and 10th സ്റ്റാൻഡേർഡിലേക്ക് വൈബ്രന്റ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇക്വേഷൻസ് എഴുതാനും അതേപോലെ ബാലൻസ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടാവും. അതേപോലെ ഓർഗാനിക് കെമിസ്ട്രി ആയാലും ബാക്കി എലമെന്റ്സ് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്ത് ഓർഡറിലാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്, അതിനൊക്കെ കുറച്ച് ഇപ്പോഴും ഡൗട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 1-to-1 മെൻറ്റർഷിപ്പ് ആണ്. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിലിരിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതാമെന്നോ, അല്ലെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് BaCl2 വന്നു, BaCl വന്നില്ല, പക്ഷേ KCl വന്നത്, KCl2 വന്നില്ല, അങ്ങനത്തെ ക്വസ്റ്റനൊക്കെ ഡൗട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ബാലൻസ് വെച്ച് ഇക്വേഷൻസ് എഴുതുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചോദിക്കാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഇസ് 1-to-1 മെൻറ്റർഷിപ്പ്. അതേപോലെ തന്നെ ലൈക്ക് എങ്ങനെ പഠിക്കണം, ചിലർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു എക്സാം വരുമ്പോൾ എങ്ങനെ എഴുതണ്ടേ, അല്ലെങ്കിൽ ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചാൽ മതിയോ, കാണാപ്പാടാണോ പഠിക്കണ്ടേ, അതിനൊക്കെ ഇപ്പോഴും കൺഫ്യൂഷനുള്ള കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് വി ആർ സ്റ്റാർട്ടിങ് ദിസ് ബാച്ച്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ വരുന്നതായിരിക്കും. കെമിസ്ട്രി മാത്രമല്ല ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.